അപ്പൊ ഗൈസ് ഞാൻ ഇപ്പോൾ കാപ്രിക്കാടിലാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. ഇതൊക്കെ കുറച്ച് ഫോട്ടോസാണ്. അവിടെ മെയിനായിട്ട് മാനും വേറെ സാധനം ഉണ്ട്, അത് കാട്ടിത്തരാം. ഇതൊക്കെ കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ കുറേ പേര് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ചോദിച്ചു ഇത് എവിടെയായിരുന്നു. ഇത് കുറേ പേരും ചോദിച്ചു വാട്സാപ്പിലൊക്കെ ഇട്ടപ്പോൾ ഇത് എവിടെയായിരുന്നു. ഇത് എറണാകുളത്ത് കാപ്രിക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളിതും കാണാൻ പോകുന്നത് കുറച്ച് ആൾക്കാരുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, രണ്ടാമത്തെ ആൾക്കാർ. ഇവിടെ മെയിനായിട്ട് മാനും ആനകളാണ് ഉള്ളത്. അപ്പോൾ ആനകൾ നിൽക്കുന്നത് ഞാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പലതരം ആനകളുണ്ട്, 7 ആനകളുണ്ട്. അതിലുള്ള കുറച്ച് ആൾക്കാരാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഡേഞ്ചർ ആനയുണ്ട്. ആനയെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല ആനക്കും പല ഏജസ് ആയിട്ടാണ് വന്നത്. ഇവിടെ 2 സാധനങ്ങളുള്ളൂ, പക്ഷെ നല്ല രസമുണ്ട്. ഇവിടെ നിങ്ങൾ നടന്ന് കാണാനൊക്കെ ഭയങ്കര. പിന്നെ അതേപോലെ അവിടെ പാർക്കുണ്ട്. പാർക്കിൻ്റെയൊക്കെ വീഡിയോ വരും കേട്ടോ. ഞങ്ങൾ ഓരോ ആനയും കണ്ടുകൊണ്ട് നടക്കുകയാണ് അങ്ങോട്ട്. അപ്പോൾ എറണാകുളത്തുള്ളവർക്ക് വേഗം ചെല്ലാൻ പറ്റുന്ന സ്പോട്ടാണത്. കിഡിലോണ്. പിന്നെ വേറെ ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, അത് വഴിയേ പറയാം. അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ കൊട്ടഞ്ചി കയറിയിട്ടുണ്ടായിരുന്നു, അതും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ഇതാണ് ആ പുള്ളി. മണ്ണിൽ കിടന്ന് വിരകി അവിടെ തളച്ചിട്ടുള്ളതാണ്. മണ്ണിൽ കിടന്ന് വിരകി മണ്ണാണ് അവിടെ നിറച്ച് ചെളി പിടിച്ചടക്കുന്നത് മണ്ണാണ്. പിന്നെ കുളിപ്പിച്ചാൽ ഒറ്റ ദിവസം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. കാട്ടിലുള്ള ആനകളൊക്കെ കൊണ്ടുവന്ന് ഒരു ചെറിയ കൂടാത്ത സാധനമുണ്ട്, അതിൽ ഇട്ടിട്ട് പിന്നെ വേറെ ഒരാളാണ് ആ കണ്ടത്. അത് ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ. ഇതാണ് പാർക്ക്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രം ഇതിൽ കയറാനുള്ളൂ. പിന്നെ എനിക്ക് 11 വയസ്സ്, എനിക്ക് കയറാൻ പറ്റി. 11 വയസ്സായതുകൊണ്ട്. പിന്നെ ഞാനും അച്ഛനും അമ്മയും ഇളയച്ചനുണ്ടായിരുന്നു. ഇളയച്ചന് കയറാൻ പറ്റിയില്ല. കുറേ മുതിർന്നവർ ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടായിരുന്നു, പക്ഷേ അത് പാർക്കിൻ്റെ ഇതായിരുന്നു. അതുകൊണ്ട് അവരെ അടിച്ചു മാറ്റിയ പോലെ അവരെ കയറ്റൂല കേട്ടോ. അവിടെ എല്ലാ റൈഡ്സിലും ഞാൻ